ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ ഇന്നലെ മമ്മി ഒരു ചിക്കൻ കറിയും അതേപോലെ വെജിറ്റബിൾ റൈസും നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നു. അതിൽ ചിക്കൻ കറി പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്, അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നേക്ക് രാവിലേക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിച്ചു, മമ്മീനെ കൊണ്ട് പിന്നെയും വെപ്പിച്ചു. ഓക്കെ, നല്ല സ്വഭാവ, നല്ല കാര്യ. ഒരു സ്വൈരം തരണ്ടേ കുട്ടി. എന്താണ് ചിക്കൻ വെച്ചാട്ട് വാ, ചിക്കൻ വെച്ചാട്ട്. ഞാൻ എന്തായാലും പറഞ്ഞ കേൾക്കില്ല. കേൾക്കൊക്കെ ചെയ്യൂട്ടാ, ഇടയ്ക്ക് കേൾക്കില്ല. ഡ്രീം കേക്കോ? ഞാൻ പറയട്ടെ, ഇതിനെ വേണിച്ചൊക്കെ വന്ന് പിടിച്ചോണ്ടോക്കോളൂ. കൊടുക്കട്ടെ, കടയ്ക്ക് വിട്ടു കേട്ടോ. നമ്മുടെ ഒന്ന് പച്ചക്കറി വേണ്ടി വന്നിട്ടില്ല. അപ്പൊ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ചിക്കൻ വെക്കാന്ന് വെച്ചാൽ തക്കാളിയും വെല്ലുള്ളി ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരാഴ്ചക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരാഴ്ച വാങ്ങുകയും ചെയ്യാം. അപ്പൊ കഴിഞ്ഞപ്പോ കടയ്ക്ക് വിട്ടു. ഞാൻ 4 സാധനം വിട്ടു. ഇതാ വന്നോ? അല്ല പറഞ്ഞു എണ്ണി കേട്ടോ. അപ്പഴും ഞാൻ പറഞ്ഞു ഉണ്ണിമ എന്താണ് ഓർമ്മ ഉണ്ടാവും പറഞ്ഞു. വെല്ലുവിളി മറന്നിട്ട് വന്നിരിക്കുക. ഇനി അത് എനിക്ക് ഇരട്ടി പണിയാണ്. ഇനിയിപ്പോ ഇതില് വേറെ വെല്ലുവിളി വഴറ്റിയിട്ട് ഇതിലേക്ക് കൊട്ടണം. അപ്പൊ ഇതിനൊക്കെ ആവശ്യമാണ്. പറഞ്ഞത് കേട്ട പോലെ. അപ്പൊ ഇന്ന് ചിക്കൻ, നല്ല ചിക്കനും നല്ല പണിക്ക് അത് ആവുന്നേ ഉള്ളൂ. നല്ല മണം വരുന്നുണ്ട്. ആവുന്നേ ഉള്ളൂ. നല്ല ചിക്കനും നല്ല നെയ്യും. അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചോളൂ. കുറെ നാളെ നമ്മള് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. കാരണം എന്താ വെച്ചാ ഇപ്പൊ നമ്മള് ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മള് രാത്രി ചപ്പാത്തി കഴിച്ചിരുന്നത്. അപ്പൊ കൊറേ നാളായിട്ടുണ്ടായിരുന്നു. വന്നു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറേ നാളായി. അപ്പൊ ഞാൻ വിചാരിച്ചു ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കാന്ന്. പക്ഷെ നോക്കുമ്പോ എന്താ, അതും ലേറ്റ് ആക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കി കൊടുക്കാന്ന്. അപ്പം ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മേക്കഴിയിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ സ്കിൻ കെയർ പോലും ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കട്ടെ. ചെറുതിന് വലിയ പ്രശ്നമില്ല കേട്ടോ. വലുതിന് ഇങ്ങനെ ചിക്കൻ്റെ എന്തെങ്കിലും കിട്ടണം. ഇല്ലച്ചാൽ അവൾക്ക് ഇന്നവിടെ ഇരിക്കില്ല. അവളിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് സങ്കടമൊക്കെ ആയിരുന്നു. സുട്ടപ്പനെ കഴിവലൊക്കെ ആയിരുന്നു. കുറേ നേരം അതിൽ വാക്വം ക്ലീനറൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഉള്ളിലൊക്കെ ഉള്ള വൃത്തിയാക്കിയാണ് കേട്ടോ. അപ്പോൾ കുറേ സമയം എടുത്തണം. അത് ഒക്കെ വൃത്തിയാക്കി വരുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ, ചിക്കൻ ഇല്ല, ചോറും തോരനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. കരച്ചിലൊക്കെ വരാൻ തുടങ്ങിയ ആൾക്ക്. അങ്ങനെയൊക്കെയാണ്. എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കണേ. വെറുതെ പറയട്ടോ, പാവാണ്. ചിക്കൻ വേണമെന്നേ ഉള്ളൂ ഇടയ്ക്ക്. ഇപ്പോൾ ആരോ പറഞ്ഞിട്ട് ദിവസം 100 ഗ്രാം ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ടിട്ട് ഇവിടെ വന്നിട്ട് വഴക്കുണ്ടാക്കുകയാണ് അവൾക്ക് പണി. പിന്നെ കുഴപ്പമില്ല, നമ്മളെ കുട്ടികളല്ലേ, അവര് അടിപൊളി ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എനിക്ക് ആകെ ഒരു ഇതേ ഉള്ളൂ, അവര് ഹാപ്പി ആയിട്ടിരിക്കണം. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ കഷ്ടപ്പെടാനും തയ്യാറാട്ടോ. ഇപ്പൊ ശരിക്കും എനിക്ക് തലവേദന വരണമെങ്കിൽ എൻ്റെ ഫേസ് കണ്ടറിയാം, കുറച്ചിങ്ങനെ വീങ്ങിയ പോലെ ഇല്ലേ. ഇപ്പൊ ശരിക്കും ഞാൻ മനസ്സിൽ കിടക്കാൻ പോയിട്ട് അവളിങ്ങനെ ചോദിച്ചുകൊണ്ട് അത് വെച്ച് കൊടുത്തിട്ട് ഇനി കിടക്കുള്ളൂ. ഇപ്പൊ ചോറും മോരുകറിയും സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വേണ്ട, പാവല്ലേ. ഇപ്പൊ ചിക്കൻ ആയോണ്ടിരിക്കട്ടെ കേട്ടോ, ആവട്ടെ നന്നായിട്ട്. ഇവിടെ മമ്മി നല്ല ചൂട് ദോശ ഉണ്ടാക്കുന്നുണ്ട്. എന്റെ ചുട്ടുമണിക്ക് നല്ല, എന്റെ ചുട്ടുമണി പിന്നെ കൂടെ ഉണ്ട് കേട്ടോ. 1 വീക്ക് എന്താളുടെ പൊലിവ്. ആള് ടീച്ചറിനെ കുറിച്ച് വെച്ചിട്ട്, കാരണം മമ്മി പേടിച്ചിട്ട് എന്നെ വിടുന്നില്ല ഗൈസ് ക്ലാസ്സിന്. അതിനെ പോരായിട്ട് ഈ ചുട്ടുമണി ലാപ്ടോപ്പ് അവിടെ വെച്ചിട്ട് വന്നിരിക്കുക. അത് നാളെ എടുക്കാൻ പോകും. പിന്നെ ഇതിന്റെ 2-3 പ്രൊമോഷന്റെ പ്രൊഡക്റ്റ് അവിടെ ഇട്ടിട്ടാന്നിരിക്കുക. കാരണം വയറുവേദനയായിട്ട് വയ്യാതെ അവിടെ ഇട്ടതല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അവിടെ ഡെലിവേർഡ് ആയത്. ഞാൻ ഇവിടുത്തെ അഡ്രസ്സാ കൊടുത്തത്, എന്താന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ കടന്നോട്ടേന്ന് വിചാരിക്കാം. ലാപ്ടോപ്പ് ഇട്ടിട്ട് വന്നാലോ? പ്രൊഡക്റ്റ് കടന്ന സീന്, ഇപ്പൊ ലാപ്ടോപ്പ് കടന്നതിന് സീനിന്റെ ഇപ്പൊ അത് പുതിയ ലാപ്ടോപ്പ് ചാർജ് ഇല്ലാതൊക്കെ വെച്ചാൽ അടുത്ത ലാപ്ടോപ്പ് ചോദിക്കലേ വേണ്ടു. എത്ര ദോശ വേണം കുട്ടാപ്പിന്? എനിക്ക് 3. അപ്പൊ വാക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി. എനിക്ക് ഇങ്ങനെ വരുന്നത് നല്ല ഇഷ്ടം. കാരണം എനിക്ക് ഇങ്ങനത്തെയാണ് ഇഷ്ടം. കുറച്ച് ചെറുതായിട്ട് മൊരിഞ്ഞിട്ട് അങ്ങനെ. ഇത് നമ്മൾ തക്കാളി ചട്നിക്കുള്ള ഉള്ളിയാണ് വെക്കുന്നത്. അല്ല ചേച്ചി, എന്താണ് ഉള്ളി മറന്നിട്ടൊന്നില്ലേ? അത് ഓണിലിങ്ങനെ വെച്ച് ഇങ്ങനെ കരിയാതിരിക്കുക. കരിയുന്നില്ലല്ലോ അത്. ഇങ്ങനത്തെ ദോശയാണ് ഗൈസ് എനിക്ക് ഇഷ്ടം. ചേച്ചി എന്ത് ചെയ്തെന്ന് വെച്ചാ ഉള്ളി മറന്നിട്ട് വന്നു. അപ്പൊ 2 വട്ടം വയറ്റിട്ട് ഇതിലേക്ക് കൊട്ടണം. അതിന് വേണ്ടിട്ട് വയറ്റാണ്. ചിക്കൻ വന്ന് വെന്തുകൊണ്ടിരിക്കണ്ടേ. അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞോ? ദോശ ഇവിടെ, ചിക്കൻ ഇവിടെ. ചിക്കൻ കഴിക്കുമല്ലോ ഇന്നില്ലേ? ഇന്ന് വേണ്ട വേണ്ട, എനിക്ക് ഇഷ്ടമല്ല.
ഞാൻ എനിക്ക് ദോശ ഉണ്ടാക്കാൻ കുട്ടുന്നല്ലേ ഞാൻ കേട്ടോ. കുറച്ച് ചിക്കൻ അധികം വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാ എന്താണ് നാളേക്കും കൂടെ വെച്ചിട്ടുണ്ട്, രാവിലേക്കുള്ള ദോശക്കുള്ളത്. നാളേക്കൊന്നും ഉണ്ടാവില്ല. നാളെ സഹായത്തിന് വരുന്ന ആന്റി വരുന്നില്ല കേട്ടോ. എന്താ വെച്ചാ അവര് അമ്പലത്തിൽ എവിടെ പോവത്രേ. മാവുള്ളപ്പോ മിക്ക ദിവസങ്ങളിലും എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവും. ഇങ്ങനെ വെച്ചിട്ട് എവിടെയും പോയിരിക്കും. എന്നിട്ട് ചോദിക്കും എന്താ എന്തായാലും നിങ്ങൾ എന്താ കുട്ടികളൊന്നും നോക്കി കിടക്കാത്ത ചോദിക്കും. ഇന്നലെ ഞങ്ങൾ വീഡിയോ എടുക്കേണ്ട പ്രഷറില് എനിക്കാണെങ്കിൽ വീഡിയോ പെട്ടെന്ന് എടുത്ത് അയച്ചു കൊടുക്കും വേണം. കാരണം ഞാൻ പീരീഡ്സ് ആയി കിടക്കണ കാരണം എനിക്ക് കുറച്ച് 2 ദിവസം എടുക്കാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ അത് വേഗം എടുത്ത് അയച്ചു കൊടുക്കും വേണം. മമ്മി ഇവിടെ ചിക്കൻ വെക്കണ തിരക്കിലായിരുന്നു. എനിക്കറിയാം ഇപ്പൊ മമ്മി ചിക്കൻ വെച്ചിട്ട് ഓർമ്മയില്ലാണ്ട് അവിടെ പോയിരിക്കാൻ നമ്മൾ ആലോചിക്കില്ലല്ലോ. എന്തോ ആയിക്കോട്ടെ. എന്നിട്ട് കുറച്ചുകഴിഞ്ഞിട്ട് ആളുണ്ട് ഫോണൊക്കെ നോക്കിട്ട് അവിടെ കിടക്കായിരുന്നു കേട്ടോ. കുറച്ചുകഴിഞ്ഞ് നീച്ചു വരുന്നു, മക്കളെ ചിക്കൻ നോക്കിയില്ലേ പറഞ്ഞിട്ട്. നെയ് കഴിഞ്ഞിട്ട് കുട്ടാപ്പൂ തേച്ചിട്ട് കടി പോയി വന്നേള്ളൂ. 3 ദോശ കുട്ടാപ്പൂന് തരാം. അത് കഴിഞ്ഞ നെയ്യില്ലാത്ത വെളിച്ചെണ്ണ. എനിക്ക് ദോശ വേണ്ട കേട്ടോ. എന്റെ ദോശ എനിക്ക് നടുവില് മാവുള്ളൊന്നും ഇഷ്ടമല്ലേ. അതിന് എനിക്ക് അത്ര കട്ടിയൊന്നും ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെ കട്ടിയൊന്നും ഇഷ്ടമല്ല. ചേച്ചി പണ്ട് ചെയ്ത പണിയാവേ. കുട്ടി രാത്രി വന്ന ഓർഡേഴ്സ് ഒക്കെ നല്ല ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഇപ്പൊ തന്നെ അങ്ങ് കൊറിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പാക്ക് ചെയ്യണം കേട്ടോ. അതല്ല, ഇപ്പൊ എല്ലാം റെഡിയാക്കി വെച്ച നാളെ ആള് ജിമ്മിന് രാവിലെ പോകുമ്പോ കൊണ്ടുപോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്യണം. എന്തായാലും നിങ്ങൾക്കും ഉണ്ണിച്ചേച്ചിയുടെ അടുത്തുനിന്ന് സാരീസ് ഒക്കെ വേണിച്ച് ഓർഡർ ചെയ്തോളൂ. ഞങ്ങൾക്കും ഒരു സാരി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓണത്തിന്. ഇല്ലേ വാക്കുട്ടി? ഞാൻ പറഞ്ഞ വാക്കുട്ടിയോടെ ഞാൻ പറഞ്ഞ വാക്കുട്ടിയോടെ ഓണറ് ഞങ്ങൾ രണ്ടാളുമാണ്. ഞാൻ പറഞ്ഞ വാക്കുട്ടിയോടെ വാക്കുട്ടി അണക്കൊരു സാരിയെ കൊടുത്തൊരു വീട് ഇട്ടൂടെ. അതിനാദ്യം നിങ്ങള് സാധനം കാട്ടേന്ന്. അതിനാദ്യം നിങ്ങള് പ്രൊഡക്റ്റ് ഇതായോന്ന്. പപ്പയാണ് ഇതുപോലെ ഓരോന്ന് നോക്കി നോക്കി ചെയ്യാ. അങ്ങനെ ഇതുപോലെ പപ്പ പാവം ഇതൊക്കെ പപ്പ ഉണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമേ വരില്ലായിരുന്നു. കാരണം പപ്പ സൂപ്പറായി പാക്ക് ചെയ്യും. ഇതൊക്കെ നോക്കി ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കേണ്ട. എന്റെ മക്കൾ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞു. പപ്പ എന്നെ ഒരു ബിസിനസ് വുമൺ ആയിട്ട് കണ്ടിട്ടില്ലല്ലേ? അത് ചോദിച്ചോ ആരെങ്കിലും? ഇവിടെ എങ്ങനെ അറിയോ, ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരനെ മൂഡ് ഓഫ് ആക്കുന്ന ആൾക്കാരെ 3 ഞാൻ മറന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചുണ്ണി വന്ന് ചോദിക്കും, മമ്മി ഒന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേച്ചിട്ട് എന്തേലും പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുകയല്ല, അവളുടെ സങ്കടം പറയും. അപ്പൊ ഞാൻ എനിക്കൊരു ഫീലിങ്സ് വരുന്ന സമയത്ത് ഇവരോട് പറയുമ്പോൾ അതിപ്പോ ചോദിച്ചോ വെച്ചിട്ട് മൂത്തടിച്ചെന്തി എണീട്ട് പോവും. അപ്പൊ അതുപോലെ പറയുക. എന്തായാലും എന്താ പറയുക, വിധി നമുക്ക് ഓരോന്ന് എന്തൊക്കെ പറയണേ ഞാൻ. ശരി അപ്പൊ ഓക്കെ, ചിക്കനും ദോശയും തരട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോട്ടീൻ ലഡു ഇന്നലത്തെ വീഡിയോയില് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് മതിയെന്ന് ഓർത്തോട് നിർത്തി. അപ്പൊ ചേച്ചി ഇവിടെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ചേച്ചി പാക്കിങ് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ ചേച്ചി. മൊത്തം പാക്ക് ചെയ്തിട്ട് അപ്പൊ നമ്മളുടെ ഓണം സാരി പർച്ചേസിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇറങ്ങാറായി ഇല്ലേ, ഞാന് മോളിൽ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അവിടെ ഇറങ്ങിട്ട് കാണിച്ചു. ആ മോളിൽ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, ഇറങ്ങിട്ട് അതെ അതെ അത് ഇന്നുണ്ട്. ഞങ്ങൾ പെട്ടതാട്ടോ. ഞാൻ വെറുതെ വിളിച്ചതാ വരണോന്ന്. ചാടി കയറി ട്രെയിന് മുകളിൽ ഇരിക്കുന്ന എനിക്കറിയോ. സത്തമല്ലി നെറ്റൊന്നും കെട്ടില്ല. നെറ്റ് കേട്ടുണ്ടോ? ഭാഗ്യം ഗൂഗിൾ പേ ചെയ്തത്. BA കിട്ടില്ലായിരിക്കോ? നോക്കണം എവിടെയാണെന്ന്. കുറച്ചു നേരം അങ്ങോട്ട് ഉറങ്ങി. നമ്മളൊരു 5 മണിക്കൊക്കെ കയറിയതാട്ടോ ഒറ്റപ്പാലത്തുനിന്ന്. ഇത് ഇറങ്ങാറായിട്ടുണ്ട്. എന്താ പറയാ, ഉറങ്ങി. ഇല്ല, അപ്പുറത്ത് കൂടെ ഇറങ്ങിക്കോ ചുമ്മിട്ടെ. ഒരു സൊയിലില്ലേ കുട്ടീനെയും കൊണ്ട് കേട്ടോ. കുട്ടീനെ കൂട്ടും ചെയ്തു. അപ്പൊ എവിടെ ഇറക്കി വിടും അങ്ങനെയാണ്. പക്ഷെ റോമിങ്ങാ കാണിക്കുന്ന കേട്ടോ. ഒന്ന്
ഒന്നും കിട്ടില്ല വെച്ചാൽ ഞാൻ കൊടുങ്ങും. കാരണം ഞാൻ കയ്യിൽ കാശൊന്നും എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് എൻ്റെ ഗൂഗിൾ പേ തന്നെയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇവരെയൊക്കെ ഇവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ വീട്ടിലേക്ക് എത്തും. എൻ്റെ വാവുകുട്ടി അവിടെയാണേ. ഇല്ല പിന്നെ അല്ലേ പറയേണ്ടത് ഇന്നത്തെ ദിവസം. അപ്പൊ എന്തായാലും അയ്യോ അവിടെ വെയിലടിച്ചിട്ടേ കിടക്കാൻ പറ്റുണ്ടായിരുന്നില്ല. ഇവരൊക്കെ സുഖമായിട്ട് കിടന്നു തോന്നുന്നു. ആ സാധനം നീക്കാ തോന്നുന്നു അല്ലേ? അല്ല ഉറങ്ങി. വെയിലടിച്ചു കൂട്ടി മുഖത്ത്, അതും വെച്ചിട്ടാ ഉറങ്ങിയത്. എന്താണ് അവിടെ എത്തുമ്പോഴത്തേനും രണ്ടിലേതെങ്കിലും ആ സാധനം നീക്കായിരുന്നു അല്ലേ? അയ്യോ എനിക്കത് അറിയില്ലായിരുന്നു മോളെ. നമ്മൾ 10:10 ഇറങ്ങോട്ടോ. അപ്പോഴേക്കും സ്റ്റോറേജ് ഒന്ന് ഫുള്ളായി. അപ്പോൾ അത് ഇരുന്ന് ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നേ. എൻ്റെ ഫോണിൽ എന്തോ നെറ്റൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ റോമിംഗ് ഒക്കെ ഉണ്ടോ അറിയില്ല കേട്ടോ. നമ്മൾ ചെന്നൈക്ക് പോകുമ്പോഴൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പം എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഒരു 10 രൂപ പോലും കയ്യിലായിട്ടില്ല. ഗൂഗിൾ പേ ആണ്. ഉള്ള ആൾക്കാർ തരൂല്ല കേട്ടോ. അട്ടഹസിക്കണോണ്ടിരുന്നിട്ട് തരില്ല എന്ന്. അങ്ങനെ ഉണ്ണിരട്ട് എന്തോ വരുമ്പോ കുറച്ച് പൈസ ഇട്ട് കൊടുത്തു കേട്ടോ. അതുകൊണ്ട് അവള് തരും. അവള് മകളല്ലേ, രണ്ടാളും തരും. ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിയിട്ട് ഇവിടുന്ന് പോവുള്ളൂ. അപ്പൊ എന്തായാലും ഉണ്ണി ടെൻഷനായിട്ടിരിക്കണത് എന്താ അറിയോ? ഞാനിവിടെ മറ്റേ നീട്ടിട്ട് ഹെയറൊക്കെ ശരിയാക്കിയിരുന്നു കേട്ടോ. അപ്പൊ താഴെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ കാല് വലിച്ചിട്ട് ഒരാൾ പോയി അങ്ങോട്ട്. അപ്പൊ അവൾക്ക് ചില്ലറ പൈസ കൊടുക്കാണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ചില്ലറ പറഞ്ഞല്ലോ ഇല്ല എന്നുള്ളത്. എന്താ വെച്ചാൽ ഞാൻ കൊടുത്തേനെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരാൾ കയ്യിൽ കുറച്ച് ചില്ലറ കിലുക്കിയിട്ട് ഇത് കൂടെ നടന്നു വിട്ട പോലെ പോടും. നോക്കുമ്പോൾ അവനാണ്. ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. ഇപ്പൊ ഇത് കൂടെ ഇരുന്നിരുന്ന് പോയില്ലേ? ആലോചിക്കണം എങ്ങനെ ഇവർക്കൊക്കെ കാശ് കൊടുക്കുക. കയ്യിനൊക്കെ ഇത് എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നടക്കാൻ വയ്യാത്ത ആൾക്കാരെ പോലെ വലിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഇരുന്നിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് പാവം ആകെ വിഷമമായിട്ട് കാശ് ചില്ലറൊന്നും ഇല്ലല്ലോ കൊടുക്കാൻ വെച്ചിട്ട്. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നോക്കണ ആള് കയ്യിലെ കാശ് ചില്ലറയിൽ കിലുക്കിയിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. സ്പീഡിൽ നടന്നു പോകണം. ഞാൻ ശരിക്കും കണ്ടു. ഉണ്ണി തിരിഞ്ഞു നോക്കിയിട്ട് ഉണ്ണി ഇങ്ങനെ കണ്ടിങ്ങനെ ആക്കിയിട്ടിരിക്കുക. ഇതാണ് കള്ളത്തരം. എന്തിനാ അതിങ്ങനെ പണിയെടുത്ത് ജീവിച്ചൂടെ? നമ്മൾ അത്ര ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കും. പക്ഷെ ഇങ്ങനെ കിട്ടിയിട്ട് എന്താ കാര്യം? അത് എല്ലാവരും 1 രൂപ 2 രൂപയ്ക്ക് കൊടുത്താണ്. അപ്പൊ അവന് അതന്നെ വേണം. നമ്മളങ്ങനെ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഒരു ഊബറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഊബറല്ല, ടാക്സിയാണ്. ഇനി ഇവരിലൊക്കെ വലിച്ച് ഇവിടെയാണ് നല്ല വെയിലുണ്ട്. അറിയില്ല, ഇവിടെ നല്ല വെയിലുമാണ്. എന്താ ചെയ്യാൻ? ഒരു കുട എടുത്തിട്ടുണ്ട് എനിക്കുള്ളത്. അവർ അതെ ഞാൻ മഴ എടുക്കാൻ ഞാൻ നന്നായി നിർത്തില്ല. എനിക്ക് മഴ കാണിച്ചാൽ കൊള്ളാം, വെയിലേ കൊള്ളാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതുണ്ടോ, ഇത് നമ്മള് എടുത്ത് വെച്ചല്ലേ? അപ്പൊ ഉണ്ടോ നീതു ബേബി സെലക്ട് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. കുറച്ചൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് അലഞ്ഞ് വയ്യാണ്ടായിട്ടല്ലേ ഒന്നും നിസ്സാരല്ലോ പിന്നെ. പക്ഷെ നമ്മള് ഹാർഡ് വർക്ക് ചെയ്യണം. കഷ്ടപ്പെട്ടാലേ രക്ഷപ്പെടുള്ളൂ അല്ലേ? പക്ഷെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മള് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അയ്യോ നല്ല ഹെവി ടയേർഡ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാലോ വയറുവേദന ഒക്കെ വരുമെങ്കിൽ കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ആൾക്കാർ നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ അതിനായിട്ടാ കൂടുതൽ ആൾക്കാരെന്ന് കാണിക്കുമ്പോൾ ഇനി നോക്കൂട്ടോളെ. എന്റെ ഉണ്ണി മാത്രമേ പാവുള്ളൂ കേട്ടോ. അത് പിന്നെ പാവായിട്ട് ഞാൻ വളർത്തിയതുകൊണ്ട് പാവാണ്. എന്റെ ഉണ്ണി സ്വർണ്ണ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നത് കാണിച്ചാലോ. നട്ടുച്ചയ്ക്ക് ചായ ചോദിക്കണേ. ഉച്ചയ്ക്ക് ആരും ചായ തരും കുട്ടിയെ. കുട്ടി
ഇത് ഇവിടെ നമ്മുടെ നാടല്ല. ശരവണ സ്ഥലത്ത് വന്നിട്ട് ചായ ചോദിക്കണം. ഉച്ച നേരത്തെ ഒരു ചപ്പാത്തി തന്ന് പറ്റിച്ചു. ആ മുളകൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോ, വിട്ടു പോ. എന്താണ് പീസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇവരെന്തൊക്കെ വെജിറ്റബിൾ ഉണ്ണി ചോദിക്കും ശരവണ ഭവനിൽ വന്നിട്ട് ചിക്കൻ ബിരിയാണി. അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാവില്ലല്ലോ, വെജിറ്റബിൾ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പളം പുതിയ അറിവ്. അതെ, ഞങ്ങളുടെ എല്ലാ റിലേറ്റീവ്സും ചെന്നൈയിലാണ്. അവൾക്ക് അറിയാം. ഉണ്ണി അപ്പളം എന്നാണ് അറിയില്ലേ? അറിയാം, എന്റെ കുട്ടിക്കൊക്കെ അല്ല, അവൾക്ക് അപ്പളം അറിയാം. ചോദിച്ചോക്ക്. കുട്ടി ഓണായി. എന്താ ഓർഡർ ചെയ്തണെന്ന്? മഷ്റൂം ബിരിയാണി. ഉണ്ണിമ എന്താ ഓർഡർ ചെയ്തണ്? ഇവർ രണ്ടാം കൂടെ ഒരു ബിരിയാണി കേട്ടോ. എൻ്റെ ചോറ് ചോദിക്കാൻ കൊടുക്കില്ല. മമ്മി ഇവിടെ മീലാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ മഷ്റൂം ബിരിയാണി. പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. പിന്നെ മഷ്റൂം ഫ്രൈയും. നമ്മൾ ശരവണ ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വെജ് ആണ് ഉള്ളത്, നോൺ വെജ് ഇല്ല. എങ്ങനെയുണ്ട് മോളെ? ടേസ്റ്റ് ഉണ്ടോ? ഇത് ഇഷ്ടപ്പെട്ടോ? സ്വീറ്റ് നമ്മളൊരു ഫുഡ് നല്ല. അതെ, അതുകൊണ്ട് ഇവിടേക്ക് വന്നേ. വേറെ എവിടെയും കണ്ടില്ലേ? ഇവിടുത്തെ ഒരു കാര്യം നമ്മളൊരു സ്വീറ്റ് ഓർഡർ ചെയ്തായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് 6:45 ട്രെയിന്. അപ്പം ഞാൻ വിചാരിച്ചു പർച്ചേസ് കഴിഞ്ഞ് പോകുമ്പോൾ നേരം വൈകിയാലോ വെച്ചിട്ട് നമ്മൾ 6:45 ട്രെയിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, റിസർവേഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എവിടെ എനിക്കിപ്പോൾ തന്നെ ഡൗൺ ആവാൻ തുടങ്ങി. ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ എവിടെ പോയി ഇരിക്കും എന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ടെച്ചാൽ കുറച്ച് നേരം അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്യാം. അറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഡൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേ നേരം പിടിച്ചേക്കാൻ പറ്റില്ല. അവരെ കൈ കഴുകാൻ പോയിരിക്കുക കേട്ടോ. ഇനി ഇവിടുന്ന് പൈസ കൊടുത്തിട്ട് പോവുക. അപ്പോൾ ആ ഒരു ടാക്സി ചേട്ടനെ വിളിച്ചിട്ടാണ് പോയത്. ആ ചേട്ടൻ പാവം നമ്മളെ കൂടെ 10 മണിക്ക് ഇവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട് വന്നതാണ്. 1 മണിയായി. ഇത്ര നേരം നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ ടാക്സി വിളിച്ചതിൻ്റെ റേറ്റ് അവർ പറഞ്ഞു, പക്ഷെ അത് കൂടെ കുറച്ചും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞൊരു വയസ്സായ ഒരാൾ കേട്ടോ, പാവം. അപ്പോൾ എന്തായാലും ഇല്ലച്ചി വെയിൽ കൊണ്ടുപോയി തലവേദന എന്താ ചെയ്യുക. അപ്പം അതുകൊണ്ട് അതൊരു വലിയൊരു കാര്യമായിട്ടോ. വന്നതും ആ ആളിനെ കിട്ടിയത്. വേറെ ആരെങ്കിലും ചിലപ്പോൾ നിൽക്കില്ല. അങ്ങനെ എന്തായാലും ഇനി വീടെത്തി. ഇതൊക്കെ അവിടെ ആക്കുമ്പോഴത്തേനും രാത്രിയാവും. ട്രെയിനിലേയും കയറി കിട്ടിയാണെന്ന് വെച്ചാൽ അവിടെയും കുറച്ചും കിടക്കാം. അതിൽ വാവുകുട്ടി വീട്ടിലുണ്ട്. വാവുകുട്ടി എന്താ വെച്ചാൽ ഹോസ്റ്റലിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോളൂ. ഒരാഴ്ച ഓൺലൈൻ ക്ലാസ്സാണ് കേട്ടോ. പാപം. അപ്പം നമ്മൾ കുറച്ച് കൊറിയർ അയക്കുകയാണ് ചെയ്തത്. ബാക്കിയുള്ളത് കുറച്ച് നമ്മൾ കയ്യിലെടുക്കാനുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാം കൂടി നമ്മൾക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. കാരണം ലഗേജ് എടുക്കാൻ ഒരാൾ വേണം. നമ്മളെ കൊണ്ടൊന്നും അത്രയും സാധിക്കില്ലല്ലോ. ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ നിർത്തിയിട്ട് ഇവളുടെ കുറ്റവിള് പറയുക. കുറ്റങ്ങളെ കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതിന് ഫുള്ള് പെട്ടെന്ന് എടുക്കില്ല കേട്ടോ. കണ്ടോ, അവിടെ വെച്ചിട്ട് ഒട്ടിക്കുക, വീഡിയോ എടുക്കുക. കണ്ടോ ആ കുട്ടി ഓവർ കോൺഫിഡന്റ് എൻ്റെ കുട്ടിക്ക് അല്ലേ? അതെ, പണം ഒന്നും നോക്കിയില്ല. എത്ര 250 രൂപ കൊടുത്ത് വാങ്ങിച്ചതാട്ടോ. വിലയൊന്നും നോക്കിയില്ല കേട്ടോ. ആ ഫോൺ കേസ് 250 രൂപ. പണം പോട്ടെ, പ്രതാപം വരട്ടെ. ഉണ്ടെങ്കിൽ ഫോൺ താഴെ പൊട്ടിച്ചാൽ കിട്ടൂട്ടോ. നമ്മൾ ഇവിടെ വെയിറ്റിംഗ് റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെന്ന് വെച്ചാൽ കുറച്ച് നേരം കിടക്ക് വേണ്ടത്. പക്ഷെ ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. ഇരിക്കാനെങ്കിലും പറ്റുണ്ടല്ലോ വെച്ചിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ 2 മണിയായിട്ടുള്ളൂ കേട്ടോ. ഞാൻ 6 മണി വരെ ഇവിടെ ഇരിക്കണം. വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കിട്ടുകയെന്ന് വെച്ചാൽ അവിടെ എത്തിക്കിട്ടുമായിരുന്നു. ഉണ്ണി മാത്രമേ ഞങ്ങൾ വന്നിട്ടുള്ളൂ. ഞാനും ഉണ്ണിയും കൂടെ വന്നത്. ആ കുട്ടീനെ വരുന്ന വഴിയിൽ കണ്ടതാ. പിന്നെ അങ്ങനെ കമ്പനിയായി. പിന്നെ പോണില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങി കൊടുക്കേണ്ടി വന്നു. ഇപ്പൊ ചായ വേണം പറഞ്ഞിരിക്കുകയാണ്. അല്ല, കുട്ടി വരുന്ന വഴിയിൽ കണ്ടത്തില്ലേ നമ്മള് ട്രെയിനിൽ വെച്ചിട്ട്. ട്രെയിനിൽ വെച്ച് കണ്ടതല്ലേ.
ട്രെയിനിൽ വെച്ചിട്ട് കണ്ടുമുട്ടിയതാട്ടോ. പിന്നെ ഫോണില്ല, ഞങ്ങള് പുറകെ തന്നെ. പിന്നെ ഞാൻ ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. ഇതൊക്കെ വെറുതെ പറയട്ടോ, നിങ്ങള് വിശ്വസിക്കണ്ട. നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞു. 7:03 ട്രെയിന്. അപ്പൊ നമ്മളുടെ എത്ര B3-ലൊക്കെയാണ് അങ്ങോട്ട്. ഇനി എപ്പോ അവിടെ ഒരു 12-1 മണിയൊക്കെ ആവും തോന്നുന്നുണ്ട്. നമ്മൾ കുറേ സമയം റെസ്റ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ട്രെയിന് നമ്മളിപ്പോഴാണ് ബുക്ക് ചെയ്ത് റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ല വെച്ചാൽ നമ്മൾ ലോക്കലാണെന്ന് വെച്ചാൽ കയറി പോവായിരുന്നു. പക്ഷെ റിസർവേഷൻ ചെയ്തുകൊണ്ട് വെറുതെ ഇതാക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ 2 മണിക്കൂർ അവിടെ റെസ്റ്റ് അങ്ങ് ചെയ്തു. ഇവിടെ തന്നെയാണ് B2 സുന്ദരി. ഇവളാണ് എല്ലാത്തിനും പ്രശ്നക്കാരി. ഇവിടെ ഞാനും കൂടി തല്ലി ചത്തണു കയറിട്ടോ. പക്ഷെ എന്താ വെച്ചാ വരുമ്പോ നല്ലതുണ്ടായിരുന്നു. എനിക്ക് AC-യിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര തണുപ്പാട്ടോ. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. വരുമ്പോ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. വലിയ തണുപ്പില്ല, വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെയായിട്ട്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഒരു 10-12 മണിക്കൊക്കെ ആയിരിക്കും അവിടെ എത്തണ്ടാവുക. സമയം 7 മണിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ ബാഗ് അഴിച്ചേക്കടാ, ട്രെയിൻ കയറി അങ്ങനെ ഇരിക്കുക. ഈ കുട്ടി വളരെ പറയാൻ പറ്റില്ല കേട്ടോ. തിരുപ്പൂര് എന്ത് ഫുഡാണ് തിരുപ്പൂര് അല്ല അതിന്റെ പേര്? അത് നേരത്തെ പറഞ്ഞ എന്ത് ഫുഡ്? കൂടെ കൊണ്ടുവന്ന് ഇരിക്കുന്ന കണ്ട തോന്നുന്നു നിങ്ങളോ നല്ല കുലീനതാണ് കുട്ടിയെ. കുട്ടിക്ക് വാക്കിന് ഒരു സ്ഥിരത ഇല്ല കേട്ടോ. കുട്ടി ഞാൻ അതിനെങ്ങനെ എന്നെ 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് അതാണ്. എന്റെ 8ാം ക്ലാസ്സിൽ ചെറുതായിട്ട് എന്റെ ഗുരുനാഥ് ആയിരുന്നു. അന്ന് നല്ലായിരുന്നു. അതിന് ശേഷം അതാണ്, അതിന് ശേഷമാണ് തുടങ്ങിയത് ഭ്രാന്ത്. അല്ലേ? പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല ട്രെയിനിൽ വെച്ചിട്ട് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയട്ടെ. എന്തെങ്കിലും കമ്മല് ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ട ഭംഗി കണ്ട വാങ്ങിക്കൂട്ടോ. അപ്പൊ ചേച്ചി അനിയത്തിയും പറയുന്നത് വാവേ നോക്കുവാവേ ഇതൊക്കെ മമ്മി വാങ്ങണം, മമ്മിയുടെ ഒരു ടേസ്റ്റ് കേട്ടോ. എനിക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, പക്ഷെ അത് പിന്നീട് വേറെ ഇഷ്ടങ്ങളായി മാറാറുണ്ട്. അതിലൊരു ഇഷ്ടം ഞാൻ ഇപ്പൊ കാണിച്ചു തരാട്ടെ. ഇതിനില്ലാത്ത കുറ്റം ഉണ്ടായിരുന്നില്ല. എന്താണ് എന്തൊക്കെയോ ഈ ചപ്പല് എനിക്ക് ഈ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെരുപ്പാട്ടോ. ഇടാനൊക്കെ നല്ല സുഖമാണ്. അതുപോലെ നല്ല ഭംഗിയ കാലിന് കാണാൻ. അതിന്റെ വേറൊരു കളറാട്ടോ ഇത്. അപ്പൊ ഞാൻ ഇത് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിയതാട്ടോ. ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ ചെന്നൈയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇപ്പൊ ഈ കുട്ടി അത് അഴിക്കുന്നില്ല. ഇപ്പൊ എനിക്കത് കിട്ടുന്നില്ല. കാരണം എനിക്കതങ്ങനെ കേടുവരുത്തുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇനി അങ്ങനത്തെ കിട്ടില്ല. ഇതിന് 200 രൂപയ്ക്ക് ചെന്നൈ 200 രൂപയ്ക്കേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് എന്താ ഇപ്പൊ എന്താ ചെരുപ്പിനെ കുറിച്ച് പറയുള്ളൂ? കംഫർട്ടബിൾ. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി മമ്മിയുടെ ടേസ്റ്റിക്ക് ഞാൻ വരണമെങ്കിൽ ഐ എം ബിക്കമിങ് തള്ളവൈ. അല്ലാതെ ചെരുപ്പ് നന്നായതുകൊണ്ടല്ല, തള്ളവൈബായതുകൊണ്ടാണ്. അഴിക്ക് ചെരുപ്പ് ഞാൻ ബാങ്കിലിട്ട് ഇറങ്ങി കൊണ്ടുപോകും. കഴിക്കില്ല, കഴിക്ക് ചെരുപ്പ്. എന്തിനാണ് ഉനോക്കാട് എടുക്കായിരുന്നു. വെട്ടി അപ്പൊ ഞാൻ ഉണ്ണിക്ക് വാങ്ങിച്ചു കൊടുത്താട്ടെ ഈ ഒരു സാധനമൊക്കെ അവിടെ നിന്ന്. ഒന്നിനും കൊള്ളൂല. നന്നായിട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെടാത്തൊക്കെ മേടിച്ചു നോക്കി. അതെ, ഞാൻ ഇത് എനിക്ക് തോന്നുന്നു മമ്മിക്ക് ഇഷ്ടപ്പെട്ടു നോക്കി വാങ്ങി കഴിക്കണ്ട. ഇതൊക്കെ ഞാൻ കഴിക്കാറുണ്ട് അല്ലേ? ഇതൊന്നും ആ കുട്ടിക്ക് കാണിച്ചതാ. ഒന്നും ഉണ്ണിക്ക് വേണ്ട. പകുതി കഴിച്ചണം കേട്ടോ. ഇഷ്ടപ്പെടാത്ത ആണെച്ചാലും പകുതി കഴിച്ചിട്ടുണ്ട് കുട്ടി. പിന്നെന്താ? പിന്നെ ബിസ്ക്കറ്റ്. ഇതെന്തായിരുന്നു? ഇത് നല്ല ചേച്ചിക്ക് മസ്ക ചെസ്ക ഇനി നമ്മൾ എപ്പോഴെത്തും? ആ കുട്ടി ഇപ്പൊ തന്നെ വിളി തുടങ്ങി. നമ്മളവിടെ വരുമ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര സൈലന്റ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അവരെല്ലാരും റിലാക്സ് ചെയ്യായിരുന്നു. നമ്മളിവിടെ വന്ന് ഒരു 5 മിനിറ്റ് ആയിക്കണം. എല്ലാരും ഡീറ്റ് പോയി. ലൈക്ക് ഇവിടെ വരുമ്പോൾ എല്ലാവരും അപ്പുറത്തെ ഒരു അങ്കിള് ഇപ്പുറത്തെ 2 അങ്കിൾമാര് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മാത്രം ഇരിക്കേണ്ട ഒരു സീറ്റ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കയറി ഇരുന്നതാണ്. അത് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ നോക്കണു ഇപ്പൊ ഇവിടെ ആരുമില്ല. എല്ലാരും നീറ്റ് പോയി. നമ്മളൊരു നേരം വീട്ടിലില്ല. ചെള്ള പ്രശ്നം
ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഇന്ന് കർക്കിടക മാസം 21-ാം തീയതിയാണ്. അല്ല, ഇന്ന് കർക്കിടക മാസം 21 ദിവസമായിട്ടുണ്ട് കേട്ടോ, രാമായണ മാസം. അപ്പം ഞാൻ എല്ലാ ദിവസവും വിളക്ക് കത്തിച്ചിട്ടും ഒരു മണിക്കൂർ രാമായണം വയ്ക്കും. അപ്പോൾ എനിക്ക് ആ സമയമാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ എന്നിട്ട് സ്റ്റാറ്റസ് ഇടും, ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടിട്ട് എനിക്കത് ഇടണം. എനിക്കെന്തൊരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വാവക്കുട്ടിയോട് ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. വാവക്കുട്ടി എനിക്കൊരു വീഡിയോ എടുത്തേണ്ടതാണ്. ആ ടിവിയുടെ മാത്രം കാട്ടിയിട്ട് ഈ രാമായണം വെച്ചിട്ട് ഞാൻ കുറേ ചിരിച്ചു കേട്ടോ. പക്ഷെ വാവക്കുട്ടി പാവം 3 വട്ടം എടുത്തു തന്നതാണ്. പിന്നെ ഒന്നും പറയണത് ശരിയല്ലല്ലോ വെച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ബാക്കിൽ ചിരി അമർത്തി പിടിച്ചിരിക്കുന്നുണ്ട്. ഇല്ല അല്ലേ? കാരണം എന്താ വെച്ചാൽ തെറ്റിയിരിക്കും. കാണിച്ചാൽ കേട്ടോ അതെന്തിനാ അറിയോ? ഈ കുട്ടീനെ ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഈ അമ്മന്ന് കാണിച്ച് പറഞ്ഞു. ഞാൻ ഈ അമ്മന്ന് കാണിച്ച് പറഞ്ഞു പറഞ്ഞു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ വേണ്ട, എന്നിട്ട് നിങ്ങളങ്ങോട്ട് വിൽക്ക്. നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ വിളിപ്പിക്കും. അല്ലാണ്ട് ഞാൻ എന്താ പറയാ, തരില്ല എന്നൊക്കെ പറഞ്ഞ പറഞ്ഞിട്ട് അപ്പൊ ഫുഡ് നമ്മള് അവിടെ നിന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നെയ് റോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവർക്ക് എന്തായാലും മരുക്കൂടെ ഇപ്പൊ ഒരാള് കയ്യിലാക്കിയാൽ മതിയല്ലോ. ബിരിയാണി വേണോന്ന്? മതി, എനിക്ക് മതി. മതി. അമ്മ മിണ്ടണില്ല ഒന്നും. വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ കഴിക്കാറില്ലല്ലോ. എനിക്ക് വേണ്ട. ചിക്കൻ റൈസ് ഒന്നും വേണ്ട മോളെ, വേണ്ട വേണ്ടത്ര. അതിനെങ്ങനെ രാവിലെ തൊട്ട് പിടിച്ചോളാൻ പറഞ്ഞു. അവളോട് എന്നെ പിടിച്ച് പോകണുള്ളൂ. അങ്ങനെ പാവം. ഇനിയിപ്പോ എന്താ പറയാ, അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. പാവട്ടെ, ഞങ്ങള് പറഞ്ഞു ഇറങ്ങിട്ടോ. നമ്മള് ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട്. 11:35 ഇറങ്ങുന്നത്. ബാബുയുടെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് എന്തോ വയ്യാന്ന് ഹോസ്പിറ്റലിൽ അച്ഛൻ പോയിട്ടാണ്. അപ്പം എന്തായാലും വൈകാഴ്ച ഞാൻ വരണ്ട, അവിടെ കിടന്നോളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം രാത്രി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് രാവിലെ 5 മണിക്ക് പോയതാണ്. രാത്രി 11:30 പോയ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. പിന്നെ ബൈക്കേലും കുഴപ്പം. നാണം കെട്ട്. ഇങ്ങോട്ടാ കുട്ടി, ഇങ്ങോട്ടാണ് ഈ കുട്ടി. ഇതിലേ ഇവറ്റിങ്ങള് നാണം കെട്ടുള്ള ചിരിയട്ടാ. ഒരു പയ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താ പഠിക്കണം 3 അതിനുള്ള നാണം കെട്ടാ. നമ്മള് ഒറ്റപ്പാലം ഇറങ്ങിട്ടോ. ഓ ഇവറ്റങ്ങള് 2 ഇങ്ങോട്ട് പോവാൻ പറ്റില്ല പുറത്ത്. അതിനിടെ കൂടെ അല്ലേ ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു നിങ്ങള് പുറത്ത് വരെ ഇപ്പൊ ട്രെയിനില്ലേ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോവായിരുന്നു കേട്ടോ. നമ്മൾ ഒന്ന് വഴിതെറ്റി ചെറുതായിട്ട്. കാരണം നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് നടക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്യണേ. അത് മറന്നു. ഞങ്ങള് നേരെ അങ്ങ് പോണ്. കൂടെയുള്ള 2 അന്തംഗമ്മയുടെ എന്തിനാ ഞാനല്ലേ അപ്പുറത്തേക്ക് കിടക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവർക്ക് 2 എന്താ സംഭവം അറിയോ? ഒരു കുട്ടി അറിയാതെ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു, നിങ്ങൾ 3 എന്താ പഠിക്കണേന്ന്, അങ്ങനെ എന്താ ജോലി ചെയ്യാന്ന് ചോദിച്ചു. അത് ഇവർക്ക് 2 പറ്റിയിട്ടില്ല. അപ്പൊ തൊട്ട് 3 ജനറേഷനാണ്. ഒന്ന് 80s, ഒന്ന് 90s, ഒന്ന് 20s. ഇവരിനെയാണോ ഒരുമിച്ചാണോ പഠിക്കണേ ചോദിക്കുന്നത്. അത് ഈ കുട്ടിയാണ് ഏറ്റവും ഏത്. അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല ഇതെന്റെ മകളാണ്. പക്ഷെ ഓക്കെ ഇല്ലേ?
അയ്യോ വയ്യ. അതൊക്കെ നമുക്ക് ഓരോ ദിവസത്തിൽ ഓരോ ദിവസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഓരോ പ്രതിസന്ധികൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോവാ. അല്ല അച്ഛൻ എന്താ എന്താ ഞങ്ങളെ ഒന്ന് കാണിച്ചു, മമ്മീനെ ഒന്ന് കാണിക്കോ? ഞാനെന്താ എന്താച്ചക്ക് വെയിറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നും എടുക്കാത്ത. ഈ രാത്രി 12 മണി മുതൽ രണ്ടും കൂടി ചിരിച്ചിട്ടാ വരണത് കേട്ടോ. പൊതുവെ ഈ ഗോപിക്ക് ഇത്തിരി ചിരി കൂടുതലാണ്. പിന്നെ എന്റെ ഉണ്ണിക്ക് പിന്നെ പറയും വേണ്ട. വയ്യ ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതാണ് അവര് പറയണത്. കാരണം എന്താ വെച്ചാ ഞാൻ പൊതുവെ വേണിച്ചിട്ട് വെയിറ്റ് ഒന്നും എടുക്കാതിരിക്കാണ്. അവര് വേണിച്ച തൂക്കി പോട്ടെ. വെയിറ്റ് ഇല്ലല്ലോ അപ്പൊ നിങ്ങക്ക് പിടിച്ചൂടെ? ക്ഷീണിച്ചോ? വല്ലാണ്ട്. ഓ ഇതെത്ര ക്ഷീണിച്ചത്? ഞാൻ പറഞ്ഞേ പൊലിവിലാണേ. അല്ലേ ഉണ്ണി, ഞാൻ എന്തിനെങ്കിലും പോയോ? ഇല്ലല്ലോ. ഇങ്ങോട്ടല്ലേ ചോദിച്ചത്. ചെക്കന്മാര് ഇങ്ങോട്ട് വന്ന് ഫിറ്റ് ചെയ്യുന്ന ചെയ്യാ. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തിനു ഞാൻ പോലും ഇരിക്കുന്നു? കാരണം രണ്ടാൾക്ക് നാണക്കടായിട്ടേ. രണ്ടാൾക്ക് നാണക്കടായിട്ടേ. അവനോട് എല്ലാ ഡേറ്റും ചോദിക്കരുത് അല്ലേ? എന്തോ വട്ടുണ്ടെന്ന് ചോദിക്കാറില്ല. ഇപ്പൊ ചോദിച്ചപ്പോ തന്നെ മനസ്സിലായി. മമ്മിയുടെ കാര്യപ്പോ കുട്ടികളെ നമ്മുടെ വീട് കാണുന്ന കുട്ടിയെ കാണിച്ചാ അത് പാവം. അറിയില്ല നമ്മളറിയില്ല കേട്ടോ. എന്താ ജോലി ചെയ്യുന്ന ചോദിച്ചു. ഞാൻ പിന്നെ വീഡിയോ ഒന്നും പറഞ്ഞില്ല. നാളെ നമ്മുടെ റെക്കമെൻഡേഷൻ കേരളം ഉരുണ്ടതാണ്. എവിടെയെങ്കിലും ആയിട്ട് അവൻ ഈ വീഡിയോ കാണും. മഴ പെയ്യണ്ടോ? കോടുണ്ടോ? നമുക്ക് രണ്ടാ കോടുണ്ടോ ഉണ്ണി? നമുക്ക് രണ്ടാൾക്കുണ്ട്. ചില ഉരുണ്ട ആൾക്കാർക്കില്ല. കാണിക്കൂ ഗോപികോ മോളെ, ഞാൻ പിടിക്കാൻ ബാഗ്. എത്ര നടന്നിട്ടോ അങ്ങോട്ട് എത്തണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു അറ്റത്താ പോയിട്ട് ഇറങ്ങിയാണ്. ഇനി അതാണ്ടോ അവിടെയാണ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കയറിയിട്ട് അപ്പുറത്തല്ലേ പോണ്ട്. അതിന്റെ ഒരു ഓർമ്മയില്ല കേട്ടോ. നമ്മളെന്താ ചെയ്യണേ? നമ്മളിതിനെ ഇങ്ങനെ അങ്ങോട്ട് പോവാ. ഓർമ്മയില്ലാണ്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോ വന്ന് ഇറങ്ങുന്ന ഓർമ്മയിൽ പോവാന്നാ തോന്നണത്. ഓക്കെ, ചെന്നൈയിലൊക്കെ വന്ന് ഇറങ്ങുമ്പോ അപ്പുറത്തല്ലേ നമ്മൾ ഇറങ്ങുന്നേ. അങ്ങനെ കുട്ടികളെന്താ സ്റ്റെപ്പ് കയറാത്തേ? നിങ്ങൾ ലിഫ്റ്റിൽ പോവാനാ? അവർ ലിഫ്റ്റിലാ പോണ കേട്ടോ. എനിക്ക് ഈ ലിഫ്റ്റിൽ പോരണ പേടിയാ. എന്റെ കുഞ്ഞാവേ അങ്ങനെ പറയും കേട്ടോ. ഒറ്റയ്ക്ക് കാണിച്ചാൽ ഞാൻ ലിഫ്റ്റിൽ പോലെ മമ്മിയെന്ന്. പെണ്ണുങ്ങളുടെ ഒരു സ്വൈരുണ്ടോ? രാത്രി പാതിരാത്രിയെങ്കിലും ഇങ്ങനെ പൊട്ടിച്ചിരിച്ചോണ്ട് നടന്ന് പൊട്ടത്തികളെന്ന് വിളിക്കൂ കേട്ടോ. ഒരാളെ കൊണ്ടുപോയി അർജന്റായിട്ട് പറയും. നമ്മൾ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇതാ ഉണ്ണിക്കുട്ടിയുടെ ഫ്രണ്ട് പോണു. നമ്മളെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ആരുമില്ല. ഒറ്റപ്പാലം എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതല്ലേ നമ്മളെ നാട്. അങ്ങനെ ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെ? പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് പറയല്ല, ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്.